Self-defense is the best defense. Here we are discussing such a topic, That Day After Every Day by Anurag Kashyap. It is a chapter that is included in the Common Course text, Readings on Indian Literature. It is a Common Course text for third sem UG students of Calicut University. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം വിദ്യാർത്ഥികളുടെ കോമൺ കോഴ്സ് ടെക്സ്റ്റ് ആണ് റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചർ. ഈ ടെക്സ്റ്റിലെ ഒരു ചാപ്റ്റർ ആണ് ദാറ്റ് ഡേ ആഫ്റ്റർ എവറി ഡേ ബൈ അനുരാഗ് കാശ്യപ്. ഇറ്റ് ഈസ് എ ഷോർട്ട് ഫിലിം ആണ്. ആൻഡ് അനുരാഗ് കാശ്യപ് ഇസ് ആൻ ഇന്ത്യൻ റൈറ്റർ ആൻഡ് ഹി വാസ് ബോൺ ഇൻ ഉത്തർപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ റൈറ്റർ ആണ്. ആൻഡ് ഹി ഈസ് മെയിൻലി നോൺ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ഇൻ ഹിന്ദി മേഖലയിലാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിന്റെ സംഭാവനകൾ കൂടുതലും ഹിന്ദി മേഖലയിലാണ്. ആൻഡ് ഹി ഗോട്ട് എ ലോട്ട് ഓഫ് അവാർഡ്സ് ഇൻക്ലൂഡിംഗ് 4 ഫിലിം ഫെയർ അവാർഡ്സ് ആൻഡ് ഓണററി അവാർഡ് ഫ്രം ദ ഗവൺമെന്റ് ഓഫ് ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ഓണററി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 4 ഫിലിം ഫെയർ അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. ആൻഡ് ഹിസ് വർക്ക്സ് depict the deeper side of human psyche and the injustice that is prevailing in Indian society. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരെയും അനീതിക്കെതിരെയും അതേപോലെ തന്നെ മനുഷ്യ മനസ്സിന്റെ അഗാധതയൊക്കെയാണ് അദ്ദേഹത്തിന്റെ മെയിൻ തീമായിട്ട് വരുന്നത്, അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഹിസ് മേജർ വർക്ക്സ് ആർ ബോംബെ ടാക്കീസ്, നെറ്റ്ഫ്ലിക്സ് സീരീസ്, ദെൻ സ്കെയർഡ് ഗെയിംസ് എക്സെട്ര. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ബോംബെ ടാക്കീസ്, നെറ്റ്ഫ്ലിക്സ് സീരീസ്, അതേപോലെ തന്നെ സ്കെയർഡ് ഗെയിംസ് തുടങ്ങിയ കൃതികളാണ്. We have already said that it is a short film by Anurag Kashyap which describes sexual harassment in India. ഇന്ത്യയിലെ സെക്ഷുവൽ ഹറാസ്മെന്റ്, ആ ഒരു ജെൻഡർ ഡിവിഷൻസ്, ആണ് പെണ്ണ് എന്ന ഒരു വേർതിരിവ്, അതേപോലെ തന്നെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ ഇതൊക്കെയാണ് ഈ കൃതിയിൽ അദ്ദേഹം വിവരിക്കുന്നത്. Because of the deeply rooted patriarchy, sexual harassment in public places became a common picture. പാട്രിയാർക്കൽ സൊസൈറ്റി ആണ്, പുരുഷാധിപത്യമുള്ള സമൂഹം. ആ സമൂഹത്തിൽ സ്ത്രീക്ക് പൊതുനിരത്തിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വന്തമായിട്ടുള്ള ആ ഒരു ജോലി ചെയ്യാനോ അങ്ങനെയുള്ള പുറത്തിറങ്ങാനുള്ള ആ ഒരു പേടിയും ഭയവും ഒക്കെയാണ് ഇതിനകത്ത് വിവരിക്കുന്നത്. Men consider women as an object that can easily be caught and used. പുരുഷന്റെ ചിന്ത സ്ത്രീ എന്ന് പറയുന്നത് ഒരു വസ്തുവാണ്, അവളെ ഏത് നിമിഷവും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് നിമിഷവും ആക്രമിച്ച് കീഴടക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് സ്ത്രീ എന്നാണ് ഈ പാട്രിയാർക്കൽ സമൂഹം, ഈ പുരുഷാധിപത്യ സമൂഹം ചിന്തിച്ചിരിക്കുന്നത്. ആൻഡ് ട്രഡീഷണൽ ഫാമിലി ആൻഡ് സൊസൈറ്റി അലോട്ടഡ് സർട്ടൻ ജോബ്സ് ടു ദം. ഈ ട്രഡീഷണൽ ഫാമിലി, ആ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് ആണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ചില ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിലായിരിക്കണം, അതേപോലെ അടുപ്പിന്റെ അടുത്ത് തുന്നുക, ഇതൊക്കെ പശുവിനെ കറക്കുക, തൊഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് വൃത്തിയാക്കുക, ക്ലീനിങ്, ഇതൊക്കെ സ്ത്രീകൾക്ക് അടിച്ചേൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകൾ ചെയ്യേണ്ടതാണ് എന്ന് സ്ഥാപിച്ചെടുത്തിട്ടുള്ള കുറച്ച് ജോലികളാണ്. ആൻഡ് സൊസൈറ്റി, സമൂഹം അത് തന്നെയാണ് ചിന്തിക്കുന്നത്. സ്ത്രീകൾ അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന ആ ഒരു ചിന്ത. And they are not breadwinners and do not allow women to go out and work. അവരെ ഒരിക്കലും ബ്രെഡ് വിന്നേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന ഒരാളായിട്ട് അവരെ ഒരിക്കലും കണക്കാക്കില്ല. മറിച്ച് ഇവർ ഈ അടുക്കളപ്പണിയും അതേപോലെ തന്നെ വൃത്തിയാക്കൽ ഇതൊക്കെ ചെയ്ത് ജീവിക്കേണ്ട ഒരു ജന്മമാണ് എന്ന ഒരു ചിന്തയാണ് പുരുഷാധിപത്യ സമൂഹത്തിനുള്ളത്. ആൻഡ് ദേ നെവർ അലൗ വിമൻ ടു ഗോ ഔട്ട് ആൻഡ് വർക്ക്. സ്ത്രീകള് പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ ഈ പുരുഷാധിപത്യ സമൂഹം അനുവദിക്കുന്നില്ല. കാരണം അവർ പുറത്തു പോയി ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ വരുമാനം ഉണ്ടാകും. ഈ അടിച്ചമർത്തി വെക്കുന്ന ആ ഒരു കാഴ്ചപ്പാട് പിന്നീട് ഉണ്ടാകില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന ഈ പുരുഷാധിപത്യ സമൂഹം അവരെ പുറത്തു പോയി ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല. ആൻഡ് ഹിയർ 3 women decided to go and work but face sexual harassment and physical abuses. ഇത് ഒരു വിമൻ സെന്റേർഡ് സ്റ്റോറിയാണ്. 3 സ്ത്രീകളാണ് ഇതിനകത്തെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഈ സ്ത്രീകള് അവര് തീരുമാനിക്കുന്നു തങ്ങളിങ്ങനെ അടുക്കളയിലും അതേപോലെ തന്നെ ഈ ക്ലീനിങ് പണിയൊക്കെ ചെയ്ത് ഇവിടെ ജീവിക്കേണ്ടവരല്ല, തങ്ങൾക്കും തങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ഈ 3 സ്ത്രീകൾ
അവർ പുറത്തുപോയി ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷെ അങ്ങനെ പുറത്തുപോയി ജോലി ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു. ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് അവർക്ക് സെക്ഷൽ ഹറാസ്മെന്റ് നേരിടേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഫിസിക്കൽ അബ്യൂസ്, വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ജോലി സ്ഥലത്ത് നിന്നും ഒക്കെ അവർക്ക് ഒരുപാട് അതിക്രമങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നു. ആൻഡ് ദേ റിയലൈസ് ദാറ്റ് നോ വൺ ഈസ് റെഡി ടു ഹെൽപ്പ് ദം. ഈ സമയത്ത് അവർ മനസ്സിലാക്കുന്നു അവർക്ക് ആരും തന്നെ സഹായിക്കാനില്ല. അതായത് പാട്രിയാർക്കൽ സൊസൈറ്റി നമ്മൾ പറഞ്ഞു, ഇവരുടെ ഭർത്താക്കന്മാർ തന്നെ പറയുന്നത് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും പ്രതികരിക്കണ്ട, നിശബ്ദമായിട്ട് സഹിച്ച് തല കുനിച്ചിങ്ങി പോരെ എന്നാണ് പറയുന്നത്. എന്ത് കേട്ടാലും, അതായത് വീട്ടിലിപ്പം പ്രശ്നം ഉണ്ടായാൽ തന്നെയും നിങ്ങൾ പ്രതികരിക്കാൻ പാടില്ല. അത് അമ്മായിയമ്മയും പറഞ്ഞു കൊടുക്കുന്നു, മദർ ഇൻ ലോയും പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ തന്നെ ഹസ്ബൻഡും പറയുന്നത് നിങ്ങളൊന്നും പ്രതികരിക്കാൻ പാടില്ല. കാരണം പെണ്ണുങ്ങളെന്ന് പറയുന്നത് എല്ലാം സഹിക്കേണ്ട ഒരു വസ്തുവാണ്. അവർക്ക് പ്രതികരണ ശേഷിയില്ല, പ്രതികരിക്കാൻ പാടില്ല എന്ന ആ ഒരു കോൺസെപ്റ്റാണ് ഈ പാട്രിയാർക്കൽ സമൂഹം സ്ഥാപിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ഇവര് മനസ്സിലാക്കുന്നു, ഈ 3 സ്ത്രീകൾ മനസ്സിലാക്കുന്നു, ദേ ഹാവ് നോ വൺ ടു ഹെൽപ്പ് ദം. അവരെ സഹായിക്കാൻ ആരും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ദർ ഫാമിലീസ് ആൻഡ് നൈബേഴ്സ് പ്രൊട്ടക്ട് ദീസ് ഒപ്രസേഴ്സ്. ഇവരെ ഈ അടിച്ചമർത്തുന്നവരെ സംരക്ഷിക്കുകയാണ് അവരുടെ സമൂഹവും അതേപോലെ തന്നെ മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഇവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതായത് the husband always says that it is always better to keep mum. എപ്പോഴും ഈ സ്ത്രീയോട് പറയുന്നു, നീ മിണ്ടാതിരിക്കൂ, നീ സംസാരിക്കാതിരിക്കൂ, നീ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും സോൾവ് ആവുമെന്ന് ഹസ്ബൻഡ് എപ്പോഴും പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. And he never wanted his wife to complain as he feared the goons may attack the family. ഈ ഗൂൺസ് എന്നത് കുറെ തേരപ്പാര നടക്കുന്ന ചെക്കന്മാരെന്ന് നമ്മൾ പറയുന്ന പോലെ കുറെ ഗുണ്ടകളുണ്ട് അവിടെ. ആ ഗുണ്ടകളെ ഭയന്നിട്ട് അവരുടെ കുടുംബത്തെ ആക്രമിക്കുമെന്നും ഭയന്നിട്ട് ഈ ഹസ്ബൻഡ് ഒരിക്കലും ഈ പരാതി കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഭാര്യ ഇങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പോന്ന വഴിക്ക് കമന്റ് പറയുന്നുണ്ട്, ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ഒക്കെ പറയുന്ന സമയത്ത് ഈ ഭർത്താവ് ഈ സ്ത്രീ പറയുന്നത് കേൾക്കാൻ വരെ തയ്യാറാകുന്നില്ല. കാരണം അയാൾ ഭയക്കുന്നത് ഈ ഗുണ്ടകൾ വന്ന് അവരുടെ ഫാമിലി ആക്രമിക്കുമെന്നുള്ള പേടിയാണ്. ആൻഡ് ദ മദർ ഇൻ ലോ ഓൾസോ കീപ്സ് ദി സെയിം ഒപ്പീനിയൻ. ഭർത്താവിന്റെ അതേ അമ്മായിയമ്മ തന്നെയാണ്, ഭർത്താവിന്റെ അതേ സ്വഭാവമുള്ള അമ്മായിയമ്മയും പറയുന്നു, നീ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ആൻഡ് മദർ ഇൻ ലോ ആർഗ്യൂസ് ദാറ്റ് ദേ ഹാവ് ഇനഫ് ടു സർവൈവ്. അതോടുകൂടി ഇതും പറയുന്നു, അതായത് ജീവിക്കാനുള്ള വക എവിടെയുണ്ട്, നീ ജോലിക്കൊന്നും പോവണ്ട, ജീവിക്കാനുള്ള വക എവിടെയുണ്ട്, ആരെന്ത് പറഞ്ഞാലും മിണ്ടണ്ട, അതൊക്കെ കേട്ട് മിണ്ടാതെ ഇനി പോരെ എന്നാണ് മദറിലും പറയുന്നത്. ആൻഡ് ഫൈനലി ദ വുമൺ റിയലൈസ് ദാറ്റ് ദേ ഹാവ് ടു ഡിഫെൻഡ് ദംസെൽസ് ആൻഡ് റീട്രേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വൺ നെയ്മഡ് ദീദി. അവസാനം ഈ സ്ത്രീകൾ മനസ്സിലാക്കുന്നു, ഇനി ആരോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം പറയേണ്ട ആൾക്കാർ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒരു രക്ഷയില്ല, അമ്മായിയമ്മേനോട് പറഞ്ഞു, എന്നിട്ടും കാര്യമില്ല. അപ്പൊ ഇവർ മനസ്സിലാക്കുന്നു, ഇനി തങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല, അതുകൊണ്ട് സെൽഫ് ഡിഫെൻസ് ആണ്, ഇനി സ്വയം പ്രതിരോധിക്കണം എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർക്ക് സഹായിയായി എത്തുന്നത് ദീദി എന്ന ഒരു സ്ത്രീയാണ്. ആൻഡ് ദേ ടേക്ക് ബേസിക് ലെസൺസ് ഇൻ മാർഷ്യൽ ആർട്സ് ടു ഒപ്പോസ് ദീസ് മെൻ. ദീദിയുടെ സഹായത്തോടു കൂടി ഇവർ മാർഷ്യൽ ആർട്സ് പഠിക്കുന്നു. നമ്മുടെ ജയ 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 ഹേ എന്ന ആ സിനിമയില് സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി നായിക യൂട്യൂബ് നോക്കി മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിക്കുന്ന പോലെ നമ്മുടെ ദീദിയുടെ സഹായത്തോടു കൂടി ഈ സ്ത്രീകൾ മാർഷ്യൽ ആർട്സ് പഠിക്കുന്നു ഈ ആണുങ്ങളെ നേരിടുന്നതിന് വേണ്ടി. ആൻഡ് ഷീ എൻകറേജസ് ദം സേയിങ് ദാറ്റ് ദ പവർ ഇസ് നോട്ട് ഇൻ ദ ബോഡി ബട്ട് ഇൻ ദെയർ മൈൻഡ്. ദീദി, ഇതാണ് ഈ സ്റ്റോറിയിലെ മെസ്സേജ്, അതാണ് ദീദി അവരോട് പറയുന്ന ആ വാക്കാണ്, ഇറ്റ് ഈസ് യുവർ മൈൻഡ് ദാറ്റ് ഡിസൈഡ്സ് യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ മനസ്സാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ ശരീരമല്ല. ചിലപ്പോൾ ശരീരം വീക്കായിരിക്കാം, പക്ഷെ നിങ്ങളുടെ മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും പ്രതിരോധിക്കാമെന്ന ദീദിയുടെ വാക്കുകളാണ് ഈ സ്ത്രീകൾക്ക് ഊർജം കൊടുക്കുന്നത്. ആൻഡ് ദേ ഫേസ് ദ ഗൂൺസ് ആൻഡ് ഡിഫീറ്റ് ദം ഇൻ ഫ്രണ്ട് ഓഫ് എവരിവൺ. അങ്ങനെ ദീദിയുടെ സഹായത്തോടു കൂടി അവർ മാർഷ്യൽ ആർട്സ് പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ദീദിയുടെ വാക്കുകൾ അവരുടെ ചെവിയിൽ എപ്പോഴും നിലനിൽക്കുന്നു. അതായത് ഇറ്റ് ഈസ് ദ പവർ ദാറ്റ് ലൈസ് ഇൻ യുവർ മൈൻഡ് നോട്ട് ഇൻ ദെയർ ബോഡി ദാറ്റ് ക്യാൻ പ്രൊട്ടക്ട് യു. നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ മനസ്സിലുള്ള ശക്തിക്ക് കഴിയും. ശരീരം വീക്കാണെങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ ശക്തിക്ക് കഴിയുമെന്ന ദീദിയുടെ വാക്കുകൾ അവർ മുറുകെ പിടിക്കുന്നു. അങ്ങനെ ഈ റൗഡികളെ, ഈ ഗുണ്ടകളെ അവര് പരസ്യമായിട്ട്
പ്രതിരോധിക്കുന്നു. ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് അവരെ ഉപദ്രവിക്കാൻ വരുന്ന ഈ ഗുണ്ടകളെ അവര് അടിച്ച് താഴെയിടുന്നു. And this short film shares the concept that self-defense is the best defense. ഈ ഷോർട്ട് ഫിലിമിലൂടെ നമുക്ക് കിട്ടുന്ന മെസ്സേജ് സെൽഫ് ഡിഫൻസ് ആണ് ഏറ്റവും നല്ല ഡിഫൻസ്. നമുക്ക് കുറെ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ നമുക്ക് ശക്തിയില്ലെങ്കിൽ, നമുക്ക് ധൈര്യമില്ല എങ്കിൽ, അതില് നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒന്നുമല്ല എന്നാണ് ഈ ഫിലിമിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ആൻഡ് ദർ ഡിസിഷൻ ടു വർക്ക് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡിഫൻസ്. അതില് ആദ്യമായിട്ട് അവരെടുക്കുന്ന ഒരു തീരുമാനം ജോലി ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നു, ഇത് പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. സമൂഹം ഏൽപ്പിച്ച കുറച്ച് ജോലികൾ മാത്രമേ അവർക്ക് ചെയ്യാൻ പാടുള്ളൂ. വീട്ടിന്റെ അടുക്കളയുടെ 4 ചുമരാണ്, വീടിന്റെ മുൻവശത്ത് വരെ വരാൻ പാടില്ലാത്ത ആളുകളാണ്. നമ്മൾ ഭാഗവത എന്ന ആ ഒരു കവിത വായിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, സ്ത്രീകളുടെ സ്ഥാനം അടുക്കളയിലാണ്. ഒരിക്കലും വീടിന്റെ മുൻവശത്ത് അവർക്ക് സ്ഥാനമില്ല. അപ്പൊ ആരെങ്കിലും അതിഥികൾ വന്നാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ പോലും അടുക്കള ഭാഗത്താണ് അവരുടെ സ്ഥാനം. അത്തരത്തിൽ ഉള്ള സ്ത്രീകളാണ് അവരാദ്യമായിട്ട് തീരുമാനിക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായിട്ടൊരു ജോലി വേണം, എല്ലാ ആവശ്യത്തിനും ഭർത്താവിന്റെ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ മുന്നിൽ പോയിട്ട് കൈ നീട്ടുന്ന ആ ഒരു പ്രവണത അവർ അവസാനിപ്പിക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. And they attain financial freedom from the patriarchal society, and for this they disobey their husband and mother-in-law. ഇവര് ആദ്യമായിട്ട് തീരുമാനിക്കുന്നു സ്വന്തമായിട്ട് പൈസ വേണം, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, എന്താവശ്യത്തിനും മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈനീട്ടാതെ സ്വന്തമായിട്ട് കുറച്ച് പൈസ വേണം തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ആദ്യം തന്നെ ഭർത്താവും അമ്മായിയമ്മയും പറയുന്ന എന്ത് പറഞ്ഞാലും കേട്ടോ, ആരെന്ത് പറഞ്ഞാലും അനുസരിച്ചോ എന്ന് പറയുന്ന ആ വാക്കുകളെ അവർ നിരാകരിക്കുന്നു. ആൻഡ് ദേ അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഫോർ സെൽഫ് ഡിഫൻസ് വെൻ ആൻ അൺനോൺ മാൻ കോൺഷ്യസ്ലി ടച്ചസ് ദെയർ ബോഡി. ഇവിടെ ഇവർ ബസ്സിൽ വരുന്ന സമയത്ത് ഒരു പുരുഷൻ ഇവരുടെ ദേഹത്തേക്ക് വീഴുന്നു. അയാൾ അറിയാതെ വീഴുന്ന രീതിയിലാണ് വീഴുന്നത്, പക്ഷേ ഒരു തരത്തിലുള്ള സെക്ഷൽ ഹറാസ്മെന്റ് ആണ് അത്. ആ സ്ത്രീകളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ദേഹത്ത് ആ പുരുഷൻ വീഴുന്നതാണ്. ആ സമയത്താണ് അവർ പ്രതിരോധിക്കുന്നത്. അവരുടെ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ആ ഒരു പ്രതികരണ ശേഷി അവിടെ തുടങ്ങുന്നു. ആൻഡ് വൺ ഓഫ് ദം പഞ്ച് ഹിം ആൻഡ് പ്രൊട്ടസ്റ്റ് ഹിം. ആ സമയത്ത് അയാളെ ഇടിക്കുന്നു. ആ ദേഹത്തേക്ക് വീഴുന്ന ആ മനുഷ്യനെ ഇടിച്ച് ചമ്മന്തിയാക്കി പപ്പടാക്കി ഒരു സ്ഥലത്തേക്ക് ചുരുട്ടി കൂട്ടി മൂലക്കാക്കുന്നു. ആൻഡ് സെൽഫ് ഡിഫൻസ് ഹെൽപ്സ് ദം ടു സ്റ്റോപ്പ് ലിവിങ് ഇൻ ഫിയർ. അതോടുകൂടി പേടിയോടുകൂടി ജീവിക്കുന്ന ആ ഒരു അവസ്ഥ മാറുന്നു. ഇനി തങ്ങൾക്ക് ഈ മനുഷ്യനെ എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് ഇടിച്ച് ചുരുട്ടി ആ ഒരു മൂലക്കാക്കുന്നത്. അതോടുകൂടി പേടി എന്നുള്ള ആ ഒരു വികാരം അവരിൽ നിന്ന് പോകുന്നു. ആൻഡ് പാട്രിയാർക്കൽ സൊസൈറ്റി ഫോഴ്സ് ദം ടു കീപ് ദെയർ ഹെഡ്സ് ഡൗൺ ആൻഡ് കീപ് വാക്കിംഗ്. പാട്രിയാർക്കൽ സൊസൈറ്റി അവരോട് പറയുന്നത്, നിങ്ങൾ തല കുനിച്ച് അങ്ങനെ അങ്ങ് നടന്നു പോയാൽ മതി. ആരെന്ത് കമന്റ് പറഞ്ഞാലും ആരെങ്കിലും ശരീരത്തിൽ കയറി പിടിച്ചാലും ഒന്നും നിങ്ങൾ പ്രതികരിക്കേണ്ട, നിങ്ങൾ തല കുനിച്ച് അങ്ങ് നടന്നു പോയാൽ മതി എന്ന് പറയുന്ന പാട്രിയാർക്കൽ സൊസൈറ്റിക്കെതിരെ അവർ പ്രതികരിക്കുന്നു. ആൻഡ് ദ മോർ ദേ വിൽ സ്പീക്ക് ദ മോർ മെൻ വിൽ ടീസ് ആൻഡ് അറ്റാക്ക് ദം. പാട്രിയാർക്കൽ സൊസൈറ്റി അവരോട് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും തിരിച്ചു പറയുകയാണെങ്കിൽ വീണ്ടും കൂടുതൽ ഉപദ്രവം ഉണ്ടാവും, അതേപോലെ നിങ്ങളെ കൂടുതൽ ഉപദ്രവിക്കുമെന്ന് പറയുന്നു. നമ്മൾ അതുകൊണ്ട് മിണ്ടാതെ തലകുനിച്ച് പോവാൻ പറയുന്നു. ആൻഡ് ദീസ് കോൺസെപ്റ്റ് ഓഫ് പാട്രിയാർക്കൽ സൊസൈറ്റി ഇൻഡയറക്ട്ലി സപ്പോർട്ട് ദ ഗൂൺസ് ടു അറ്റാക്ക് ദം. ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഈ ഒരു പാട്രിയാർക്കൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിന്റെ പ്രധാന കാരണം. ആൻഡ് ദിസ് കോൺസെപ്റ്റ് ഓഫ് സിസ്റ്റർഹുഡ് ഈസ് എവിഡന്റ് ഇൻ ദിസ് ഫിലിം. ഇനി ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത്, ഇതില് 2 മെസ്സേജ്, മെയിൻ മെസ്സേജ് എന്ന് പറയുന്നത് സെൽഫ് ഡിഫൻസ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ്. പിന്നീട് ദ ബോഡി ഓർ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ മൈൻഡ് ദാറ്റ് ഡിസൈഡ്സ് എ പേഴ്സൺ. മനസ്സിന്റെ ശക്തിയാണ് ഒരു വ്യക്തിയെ തീരുമാനിക്കുന്നത്. ഇത് രണ്ടുമാണ് ഇതിനകത്തെ പ്രധാന മെസ്സേജ്. Then we can see the concept of sisterhood. And the film revolves around 3 women who face mental and physical assault on a daily basis. സ്ഥിരം അവര് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ആക്രമണം നേരിടുന്നു. അങ്ങനെയുള്ള 3 സ്ത്രീകളാണ്. And they wish to be independent and so like to work. അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ജോലിക്ക് പോകാൻ തീരുമാനിക്കുന്നു. നമുക്കറിയാം, അടുക്കളയില് രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്താലും ഒരു പൈസയും കിട്ടാത്ത ഒരു ജോലിയാണ് ഈ അടുക്കളപ്പണി. ആൻഡ് സോ ഏത് കാര്യത്തിനും എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്ത്
എല്ലാവരുടെയും മുന്നിൽ കൈ നീട്ടി നിൽക്കേണ്ട ആ ഒരു അവസ്ഥ അവസാനിപ്പിക്കണം എന്ന് അവർ തീരുമാനിക്കുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം ദ ഗൂൺസ് ഇൻ ദിയർ നൈബർഹുഡ് കോൺസ്റ്റന്റ്ലി അബ്യൂസ് ദം. അങ്ങനെ ഈ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ അയൽവക്കത്തുള്ള റൗഡികൾ, ഗുണ്ടകള് ഇവരെ കമന്റ് അടിച്ച് ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നു. ആൻഡ് ഇനീഷ്യലി ദീസ് വിമൻ ട്രൈ ടു റൺ അവേ ഫ്രം ദം ബട്ട് ദ അസോൾട്ട് ഇൻക്രീസസ് ഡേ ബൈ ഡേ. ആദ്യമൊക്കെ അവരൊന്നും പ്രതികരിക്കുന്നില്ല. പക്ഷേ ഈ പ്രതികരണം, ഈ ഒരു ആക്രമണവും ഫിസിക്കൽ ആൻഡ് മെന്റൽ അസോൾട്ട്, ആ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആക്രമണം തുടരുന്ന സമയത്താണ് ദേ ഫൈൻഡ് എ സൊല്യൂഷൻ. ആ സൊല്യൂഷനാണ് ദീദിയുടെ സഹായത്തോടു കൂടി മാർഷൽ ആർട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചതിന് ശേഷം ഇവരോട് പ്രതികരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതില് മെയിൻ ആയിട്ട് പറയുന്നത്. ഇതില് സാധാരണ എക്സാമിൽ ചോദിക്കുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് സിസ്റ്റർഹുഡ് ആസ് സീൻ ഇൻ ദിസ് മൂവി. പിന്നീട് ഇതിനകത്തെ മെയിൻ തീംസ് നമ്മൾ പറഞ്ഞു. പവർ ഓഫ് മൈൻഡ് ഇസ് ദി തിങ് ഓർ ദ ഗ്രേറ്റ് തിങ് ദാറ്റ് ഡിസൈഡ്സ് എ പേഴ്സൺ. അതേപോലെ സെൽഫ് ഡിഫൻസ് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ്. ഈ ഫിലിം തുടങ്ങുന്ന സമയത്ത് സ്ത്രീയെ അടുക്കളയിലാണ് കാണുന്നത്. പുരുഷൻ ആ ഭാഗത്ത് പോലും കാണുന്നില്ല. പക്ഷേ ഈ ഫിലിം അവസാനിക്കുന്ന സമയത്ത് സ്ത്രീ അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് പുരുഷനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ചേഞ്ചും നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഷെയർ ചെയ്ത് ജോലി ഷെയർ ചെയ്യുക എന്നുള്ളത്, അതായത് സ്ത്രീ മാത്രമാണ് അടുക്കളയിൽ ജോലി ചെയ്യേണ്ടത്, സ്ത്രീ അടുക്കളയിലെ റാണിയാണെന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ മാറി ഷെയർ ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്ത് ജോലി ചെയ്യുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റും നമുക്ക് ഈ ഷോർട്ട് ഫിലിമിൽ കാണാൻ സാധിക്കും. These are the main points. Hope you enjoyed it. Thank you.